ഹലോ. അപ്പോൾ നമ്മളിന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഒരു 12.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ യോക്ക് പോർഷനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ അടിയിലേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ടുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 25 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അതുപോലെ സ്ലീവിനായിട്ട് ഇവിടെ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു മോഡൽ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അധികം മടിയുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ. നമ്മൾ സ്റ്റിഫ് വെച്ചൊന്നല്ല നെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ തുണി അയൺ ചെയ്തൊന്നും എടുത്തിരുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെട്ടുന്നത് കാണിച്ചു തരാം. അപ്പോൾ തുണി ഇതുപോലെ 4 ആക്കി നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെസ്റ്റ് 30 ഇഞ്ചസാണ് കേട്ടോ നമുക്കിവിടെ ചെസ്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ 6 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്. താഴത്തോട്ട് നമ്മൾ 6 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ ലെങ്ത്തും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിന് ഇത് സിബ് വയ്ക്കാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിട്ട് വേണം കേട്ടോ നമ്മൾ ടോപ്പിന് ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ 30 ഇവിടെ ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം പ്ലസ് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് 24 അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി ഇട്ട് ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 6.5 പ്ലസ് 2 ഇഞ്ച് ചെസ്റ്റ് വേസ്റ്റ് ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്താണ്. ഞാനിവിടെ 3 ഇഞ്ചാണ് കേട്ടോ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പടക്കം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് കിട്ടും. അതുപോലെ താഴത്തോട്ട് നമ്മൾ 5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് അതൊരു ബോക്സ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് അടിച്ച് മറക്കുകയാണ് കേട്ടോ. യോക്കിന് മാത്രം നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു തുണിയാണ് കേട്ടോ ഇത്. ഇതൊരു കുർത്തി തയ്ച്ചതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഷോർട്ട് ടോപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെയൊക്കെയുള്ള വേസ്റ്റ് കട്ട് പീസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ആ അരഭാഗത്ത് ഇതുപോലൊരു 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അവിടെ ഒരു ഷേപ്പ് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിലും ഇതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നെക്കിനുള്ള പീസ് മാത്രം ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ട് ഒരു സ്ക്വയർ പീസ് മടക്കിയിട്ടിട്ട് നെക്കിൽ അടിച്ച് മറയ്ക്കാൻ മാത്രം ഇതുപോലെ അടിയിൽ ഒരു സ്ക്വയർ പീസ് മടക്കിയിട്ടിട്ട് നെക്ക് അടിച്ച് മറിച്ചെടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് യോക്കിൽ കൊടുക്കുന്നത് കൊണ്ടാണ് അതേ അളവിൽ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെയും ഇറക്കം അതേ 5 ഇഞ്ച് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ ലെങ്ത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ലെങ്ത്ത് കുറച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവിനുള്ള തുണിയാണ്. അപ്പോൾ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് അതിനേക്കാളും കുറച്ച് തുണി കൂടുതൽ ലെങ്ത്ത് എടുത്തിട്ട് ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്ത് എടുക്കുക. കുറച്ച് ഫ്രില്ല് പോലെ ഒരു ചെറിയ ചുരുക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആം ഹോൾ എത്രയാണോ അതൊന്ന് അളന്ന് നോക്കിയിട്ട് അതിനേക്കാളും ഒരു 5-6 ഇഞ്ച് കൂട്ടി നമുക്കൊന്ന് ഈ തുണി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ചെയ്ത് ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമുക്ക് സ്ലീവ് നമുക്കൊന്ന് ചുരുക്കിട്ട് കൊടുക്കാനാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അറ്റത്തേക്ക് ഒരു റൗണ്ട് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്രില്ലിട്ട് കൊടുക്കണ ആ ഒരു പോർഷനാണ്, അതൊരു 15 ഇഞ്ചാണ് കേട്ടോ നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 13.5 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടാം. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോവും. കാരണം 1 ഇഞ്ച് അടിഭാഗം മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മേൽഭാഗം പിടിപ്പിക്കാനും. അപ്പോൾ ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു 25 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ നമുക്ക് ടോപ്പിന് കിട്ടാം. എന്നിട്ട് ഇതുപോലെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആ സ്ക്വയർ ഒന്ന് അടിച്ചെടുക്കാം. ആ സ്ക്വയറിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം ഇപ്പുറത്തോട്ട് നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ സ്റ്റിഫൊന്നും വെക്കാതെ ചെയ്യുന്നത് കൊണ്ട് ആ സ്ക്വയർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സ്പീഡിൽ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അവിടെ കയറി ഇറങ്ങിയൊക്കെ പോകും. അതുകൊണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു സ്ക്വയറൊക്കെ കറക്റ്റായിട്ട് കിട്ടാത്തക്ക രീതിയിൽ നമ്മളൊന്ന് കുത്തി നിർത്തി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കോർണറിലൊക്കെ നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നെക്ക് നമുക്കിവിടെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുക. കാരണം നമുക്ക് സ്റ്റിഫൊന്നും വെച്ചൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ ലൈനിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അറ്റാച്ചായി കിട്ടും. അപ്പോൾ നെക്ക് അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടിൻ്റെ ഇതുപോലെ നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് കണ്ടോ, ഈ ഒരു മെത്തേഡിൽ രണ്ടിൻ്റെയും ആ ലൈനിങ്ങിൻ്റെ ഭാഗം ഇപ്പുറത്തോട്ടും നല്ല വശങ്ങൾ ഒരേപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ നമുക്ക് ഷോൾഡർ അടിക്കൽ എല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പണിയും എളുപ്പം കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻറ്ററുകൾ തമ്മിൽ ഒരേപോലെ വരണം. ആ സെൻറ്ററിലെ ആ ഒരു അടിപ്പില്ലേ അത് രണ്ട് ഭാഗത്തും ഒപ്പം വെക്കണം. അല്ലെങ്കിൽ മറച്ചെടുക്കുമ്പോൾ അത് രണ്ട് സൈഡിലേക്ക് ആയിപ്പോവും. അത് മാത്രം ചെയ്താൽ മതി. സൈഡ് വശങ്ങൾ തമ്മിൽ ചെറിയ കയറ്റിറക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ സെൻറ്ററിലെ ആ ഒരു അടിപ്പ് ആ ലൈനിങ്ങിൻ്റെയും നല്ല വശത്തിൻ്റെയും ആ സെൻറ്റർ അടിപ്പ് വരുന്ന ആ ഭാഗം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കണ്ടോ, അപ്പോൾ അത് നേരെ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കണ്ടോ അതുപോലെ ഒന്ന് മറിച്ച് ഇതുപോലെ ഒന്ന് മറിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ലൈനിങ്ങിൻ്റെ കളറൊന്നും കാണാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടി ആ ലൈനിങ് കാണാത്ത രീതിയിൽ അടിയിലേക്ക് നല്ല രീതിയിൽ വലിച്ച് പിടിച്ച് കറക്റ്റ് ആ ഒരു എഡ്ജിൽ കൂടി തന്നെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെക്ക് നമുക്ക് ഫിനിഷായി കിട്ടും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അവർക്ക് നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ നമുക്ക് വേസ്റ്റേജ് വരും. അപ്പോൾ ചെറിയ ചെറിയ കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഓർത്ത് മിക്കവരും അത് കളയലാണ് പതിവ്. ഞാനിങ്ങനെ മോൾക്ക് ഒരുപാട് ടോപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ യൂസിനൊന്നും പറ്റില്ല. ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ടോപ്പുകളൊക്കെ തയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഒരുപാട് സൈസുള്ള ആളുകൾക്കൊന്നും പറ്റില്ല. ഇതുപോലെ 30-32 ചെസ്റ്റൊക്കെ ഉള്ളവർക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ടോപ്പുകൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ തന്നെയും അത്യാവശ്യം നമ്മൾ റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തുണി കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് നമ്മുടെ മക്കൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ മാറിയൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ലൈനിങ്ങും ആ മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് അടിച്ച് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മൾ യോജിപ്പിക്കുമ്പോൾ അത് ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, തെന്നി മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ അടിഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മുകളിൽ കൂടി ആ തുണിയൊന്ന് നേരെ വെച്ചിട്ട്
ഒന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു തുണി കറക്റ്റായിട്ട് ഇരിക്കും. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അയൺ ചെയ്തെടുക്കാത്തത് കൊണ്ട് തന്നെ ഞാനതൊന്ന് അടിച്ച് എല്ലാ വശം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ലൈനിങ്ങുമായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും എക്സസ് ഒക്കെ വരാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. എല്ലാ വശങ്ങളും ഇതുപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് ടോപ്പുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ടോപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ 50 റുപ്പീസ് അല്ലെങ്കിൽ 75 റുപ്പീസിനൊക്കെ നമുക്ക് കട്ട് പീസ് കിട്ടും. 1 മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കട്ട് പീസിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പീസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 50 75 കൊടുത്താൽ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകൾ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഷോർട്ട് ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടിക്കുമ്പോൾ തുണി തെന്നി മാറാതെയൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് കുറച്ച് സമയം നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പെട്ടെന്ന് തന്നെ കഴിയും. ഒട്ടും സമയം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, യോക്ക് പോർഷൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഫ്രില്ലും വെച്ച് കൊടുക്കണം. അതുപോലെ സ്ലീവും ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ സ്ലീവിന് ഞാൻ 3 ഇഞ്ചാണ് വിഡ്ത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം ചുരുട്ടിയാണ് അടിച്ചു കൊടുക്കുന്നതിന്. അപ്പോൾ ചുരുട്ടി അടിക്കാനായിട്ട് ഞാനൊരു പ്രഷർ ഫൂട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. റോൾഡ് ഹെം ഫൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നല്ല ഈസിയാണ്. അംബർല സ്കേർട്ടിൻ്റെയൊക്കെ അടിഭാഗവും ലൈനിങ്ങും ഒക്കെ ഇതുപോലെ റോൾ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഈസി ആയിട്ട് തന്നെ പറ്റും. നമ്മൾ ഈ അംബർല സ്കേർട്ടിനൊക്കെ ലൈനിങ് അടിച്ചെടുക്കുക ഭയങ്കര പാടാണ്. അതുപോലെ പിരിഞ്ഞ് പോകും കേട്ടോ നമ്മളെങ്ങനെയൊക്കെ അടിച്ചെടുത്താലും. ഈ ഒരു ഫൂട്ട് വാങ്ങിച്ചത് പിന്നെ നല്ല ഈസിയാണ് കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ജോർജറ്റ്, ഷിഫോൺ, എ ലൈൻ കുർത്തീസിൻ്റെയൊക്കെ അടിഭാഗം ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 80 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു മേടിച്ചപ്പോൾ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എങ്കിലും അത് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അത് ജോർജറ്റിലൊക്കെ ആണെങ്കിൽ നല്ല തിന്നായിട്ട് നമ്മൾ മറ്റ് ടങ്കീസൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അത്രയും തിന്നായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ലീവിൻ്റെ എൻഡിൽ മാത്രം ആ ഒരു ഫൂട്ട് വെച്ച് തിന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നോർമൽ ഫൂട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ 3 ഇഞ്ച് വിട്ടാണ് ആകെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കൂടുതൽ വീതിയിൽ നമ്മൾ മടക്കിയടിച്ച് കഴിഞ്ഞാൽ സ്ലീവിനൊന്നും കൂടി ലെങ്ത്ത് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫൂട്ടിട്ട് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ വിട്ട് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. ഞാനൊരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പിൽ കൂടി, അതായത് അടിക്കുന്ന ആ ഒരു വശത്ത് കൂടി ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അത് നമുക്കിങ്ങനെ ചുരുക്ക് കൊടുക്കാനാണ്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചുരുക്കിയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ബട്ടർഫ്ലൈ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു നൂല് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് നമുക്കൊന്ന് ചുരുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ പെട്ടെന്ന് തന്നെ വലിച്ച് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ചും കൂടി നീക്കിയിട്ട് നമുക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ചുരുക്ക് കൂടി നമുക്ക് ഇപ്പുറത്തോട്ട് കിട്ടും. തയ്യൽ തുമ്പിൻ്റെ ആ ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇപ്പുറത്ത് നിൽക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എനിക്ക് ആകെ ഉണ്ടായ ആ ഒരു തുണി പീസ് വെച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആ ഒരു അറ്റം വരെ നമ്മൾ ആ ഒരു സ്ലീവ് വെക്കുന്നില്ല. ആ ഒരു അവിടെ നിന്ന് സെൻറ്റർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ അടിച്ചു തുടങ്ങാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ചുരുക്കൊന്ന് വലിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് മറിച്ചൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ.
അല്ലെങ്കിൽ സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പുറത്തോട്ട് നിൽക്കില്ല, അതിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ഇതുപോലെ മറിച്ച് തയ്യൽ തുമ്പൊക്കെ ഒരേ വശത്തോട്ടാക്കിയിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നൂല് വലിച്ച് സെൻറ്റർ കട്ട് ചെയ്ത് ആദ്യമേ സെൻറ്റർ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം അടിച്ച് തുടങ്ങാനായിട്ട്. എങ്കിലാണ് ആ ഒരു കൂടുതൽ വിട്ടുള്ള ഭാഗം നമുക്ക് സെൻറ്റർ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ചുരുക്കിട്ട് കൊടുത്തിട്ട് ഇതുപോലെ എത്ര വരെ സ്ലീവ് നിന്നില്ലെങ്കിലും ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഇപ്പുറം വരെ നിർത്തി ഇതുപോലെ ആദ്യം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് മറിച്ച് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ സ്ലീവ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് ആക്കി നമുക്ക് കിട്ടും. സ്ലീവ് ഇതുപോലെ അപ്പുറത്തോട്ട് മറിച്ച് പോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മറക്കരുത്. കണ്ടപ്പോൾ ഈസി ആയി തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതൊക്കെ സ്പീഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞു തരുമ്പോൾ കുറച്ച് സമയമെടുത്താണ് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ശ്രദ്ധിക്കണം, ഞാനൊരു സൈഡ് ഞാനിവിടെ അടിച്ച് ആ ഒരു നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തത് ആ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു അറ്റത്ത് നിന്ന് നേരെ ഈ അറ്റം വരെ നമ്മളപ്പോൾ ഒരു ഭാഗം മാത്രമാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഡ്ജിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് ആ ഒരു നമ്മൾ അടിഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന തുണിയുടെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് തുണി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് തുണി ഇല്ല, ഞാൻ കുറച്ച് 25 ഇഞ്ചോ അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നണം എൻ്റെ തുണിയുടെ വിഡ്ത്ത്. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ പ്ലേറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊട്ട് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഇതുപോലെ കണ്ട ആ ഒരു അടിപ്പ് വശം വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലേറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലേറ്റ്സ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ല ഇങ്ങനത്തെ ഷോർട്ട് ടോപ്പിനൊക്കെ. ഒരു 30 ഇഞ്ച് വരെയൊക്കെ വിട്ടെടുക്കുക കേട്ടോ. നിങ്ങളുടെ ശരിക്കും നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെ ഇരട്ടി തുണി അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലാണ് നമുക്ക് പ്ലേറ്റ്സ് നല്ല കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു 5-6 ഇഞ്ചൊക്കെ കുറഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നമുക്ക് ഞൊറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അറ്റത്ത് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം പ്ലെയിനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിയിലെ പോർഷനിൽ നമുക്ക് ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. യോക്ക് പോർഷനിൽ മാത്രമേ ഞാൻ ലൈനിങ് വെച്ചിട്ടുള്ളൂ. അത് വേണ്ടാന്നുള്ളവർക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള തുണി മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്വയറായിട്ട് ഇതുപോലെ അടിച്ച് മറിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇത് അപ്പുറത്തെ സൈഡാണ് ഇനി നമുക്ക് യോജിപ്പിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു അപ്പുറത്തെ സൈഡ് ഇതുപോലെ വെച്ച് ആ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എങ്കിൽ ആ 2 ഇഞ്ച് 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് ഒരുപോലെ പിടിച്ച് ഇതുപോലൊന്ന് അടിച്ച് തയ്യൽ തുമ്പൊക്കെ താഴത്തോട്ടാക്കി കറക്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കാം. എന്നിട്ട് അടിഭാഗത്തോട്ട് ഇതുപോലെ ചേർത്ത് ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടി കൂടി മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടത്. അപ്പോൾ കോളേജിലേക്കൊക്കെ പോകാനും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മാത്രം മതി. വലിയ തയ്യലോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ മോള് അപ്പോൾ അവൾക്കൊരു ടോപ്പ് തയ്ച്ചു കൊടുക്കുക, അതിൻ്റെ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടലില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും നമ്മൾ ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് ടോപ്പുകളും
കുർത്തീസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.